നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്ന കുട്ടപ്പായുടെ വേർപാടിന്റെ വേദനയിലാണ് കായംകുളം പെരിങ്ങാലദേശം. തെങ്ങ് കടപുഴകി ശരീരത്തിൽ വീണ് മരിച്ച കൊയ്പ്പള്ളിക്കാരാൺമ ചിറയിൽക്കുളങ്ങര വീട്ടിൽ ധർമ്മപാലൻ ജയശ്രീ ദമ്പതികളുടെ മകൻ ഡി അരവിന്ദ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുട്ടപ്പായിയായിരുന്നു. അയൽവാസികളുടെയും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്ന കുട്ടപ്പായുടെ പെട്ടെന്നുള്ള വേർപാട് നാടിന് തീരാവേദനയായിരിക്കുകയാണ്. ബന്ധുവീട്ടിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനാണ് ധർമ്മപാലൻ കുട്ടപ്പായിയെ ഇന്ന് രാവിലെ 8:30 വിളിച്ചുണർത്തിയത്. ആഹാരം കഴിക്കാൻ എടുത്തു വെച്ചപ്പോൾ പല്ലു തേക്കാനാണ് പുറത്തേക്കിറങ്ങിയത്. പിന്നാലെ എന്തോ വലിയ ശബ്ദം കേട്ടാണ് ധർമ്മപാലനും ജയശ്രീയും വീടിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ഓടിയെത്തിയത്. അപ്പോൾ തെങ്ങ് വീണ് കിടക്കുന്നതും സമീപത്തായി മകൻ ചലനമില്ലാതെ കിടക്കുന്നതുമാണ് കണ്ടത്. ശരീരത്ത് പുറമേ മുറിവുകളൊന്നുമില്ലായിരുന്നെങ്കിലും മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നുവെന്ന് പിതാവ് പറയുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം വരെ മാത്രമേ അച്ഛൻ ഓർത്തു പറയുന്നുള്ളൂ. ബിടെക് ബിരുദധാരിയായ അരവിന്ദ് കൊച്ചി റിഫൈനറിയിൽ 4 വർഷം ജോലി ചെയ്ത ശേഷം മടങ്ങുകയായിരുന്നു. വീട്ടുകാർ പരമ്പരാഗതമായി നടത്തുന്ന പൊടിമില്ലിൽ അച്ഛനെ സഹായിക്കാൻ കൂടുകയായിരുന്നു പിന്നീട്. ഒപ്പം ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ റിപ്പയറിംഗ് ജോലിയും വീട്ടിൽ തന്നെ ചെയ്തിരുന്നു. വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയായിരുന്നു. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച പേപ്പറുകൾ അയക്കുകയും ചെയ്തിരുന്നു. വിദേശത്തേക്ക് പോയ ശേഷം ആദ്യ അവധിക്ക് വന്ന് സഹോദരിയെ വിവാഹം കഴിപ്പിക്കണമെന്നും പിന്നീട് ഒരിക്കൽ കൂടി പോയ ശേഷം മതി വിവാഹമെന്നും ഇന്നലെ രാത്രി അരവിന്ദ് പറഞ്ഞിരുന്നതായി ധർമ്മപാലൻ പറയുന്നു. വീട്ടിലേക്ക് ചാഞ്ഞു നിന്ന തെങ്ങ് വെട്ടാനായി കഴിഞ്ഞ 2 ദിവസവും ആളുകൾ വന്നിരുന്നതാണ്. എന്നാൽ അത് ഓരോ കാരണങ്ങളാൽ ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നതുമാണ്. അത് മകന്റെ ജീവനെടുക്കാനായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് പറയുമ്പോൾ ധർമ്മപാലന്റെ കണ്ണുകൾ നിറഞ്ഞു.